സ്റ്റോക്ക് മാർക്കറ്റിൽ നിങ്ങളൊരു ബിഗിനർ ആണോ ആണെങ്കിൽ ഉറപ്പായിട്ടും ഈ വീഡിയോ കംപ്ലീറ്റ്ലി കാണുക. കാരണം നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുണ്ടാവുക വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള അനാലിസിസ് ഒക്കെ ചെയ്തിട്ട് ട്രേഡുകൾ എക്സിക്യൂട്ട് ചെയ്യുന്നതിനെ പറ്റിയിട്ടായിരിക്കും. പക്ഷെ അത്ര അനാലിസിസ് ഒന്നും കോംപ്ലക്സ് ആയിട്ട് ചെയ്യാതെ വളരെ സിമ്പിൾ ആയിട്ട് സ്വിംഗ് ട്രേഡുകൾ ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ സ്ട്രാറ്റജിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഇതുവരെ പഠിച്ച എല്ലാ ടോപ്പിക്സും കമ്പൈൻ ചെയ്തുകൊണ്ട് ഒരു ട്രേഡ് സെറ്റപ്പ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതുവരെ പഠിച്ച എല്ലാ ടോപ്പിക്സും ഞാൻ ഒരു പ്ലേലിസ്റ്റ് ആക്കിയിട്ട് ഐ ബട്ടണിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും പോയി കണ്ടിട്ട് തന്നെ വരിക. നമ്മൾ എന്തൊക്കെ ടോപ്പിക്സ് ആണ് മുമ്പ് ഡിസ്കസ് ചെയ്തത്? നമ്മൾ കാൻഡിൽസ്റ്റിക്സിനെ പറ്റി ഡിസ്കസ് ചെയ്തു, ട്രെൻഡ് ലൈനെ പറ്റി ഡിസ്കസ് ചെയ്തു, ഹൊറിസോണ്ടൽ സപ്പോർട്ട് സോണിനെ പറ്റിയിട്ടും റെസിസ്റ്റൻസ് സോൺസിനെ പറ്റിയിട്ടും ഡിസ്കസ് ചെയ്തു. അതുപോലെ തന്നെ ഫിബനാച്ചി റീട്രേസ്മെന്റ്, ഫിബനാച്ചി എക്സ്റ്റൻഷൻ, ഇതെല്ലാം വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക്സ്. ഈ ടോപ്പിക്സിലെല്ലാം നമ്മൾ പഠിച്ചൊരു കാര്യമുണ്ട്, അതാത് ടൂൾസ് യൂസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ആ ഒരു മെത്തേഡ് യൂസ് ചെയ്തുകൊണ്ട് മാത്രം ചെയ്യാൻ പറ്റുന്ന സ്പെസിഫിക് ട്രേഡ്സിനെ പറ്റിയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഈ ട്രെൻഡ് ലൈൻ ആണെങ്കിലും സപ്പോർട്ട് ആണെങ്കിലും ഫിബനാച്ചി ആണെങ്കിലും ഇതിലെല്ലാം നല്ല പൊട്ടൻഷ്യൽ ട്രേഡബിൾ ഓപ്പർച്യൂണിറ്റീസ് ആ ടൂൾ മാത്രം നമുക്ക് തരുന്നുണ്ട്. ഇതെല്ലാം പല സ്ഥലങ്ങളിൽ സെപ്പറേറ്റ് ആയിട്ട് ട്രേഡ് എടുക്കുന്നതിനെ പറ്റിയിട്ടായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തതെങ്കിൽ ഇതെല്ലാം കൂടെ സ്പെസിഫിക് ആയിട്ട് ഒരു സ്പോട്ടിൽ എപ്പോൾ കമ്പൈൻ ചെയ്തൊരു ട്രേഡ് എടുക്കാൻ പറ്റുന്നോ ആ ഒരു ട്രേഡിംഗ് സെറ്റപ്പിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്നും റെഗുലർ ഇൻകം ഉണ്ടാക്കാൻ വേണ്ടി ഒരു വ്യക്തി ഏറ്റവും മിനിമം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെ പറ്റി മാത്രം ഡിസ്കസ് ചെയ്യുന്ന ഈ ഒരു വീഡിയോ സീരീസിന്റെ 15ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസിനെ പറ്റി അല്ലെങ്കിൽ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ കീ ലെവൽസിനെ പറ്റിയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഹിസ്റ്ററിക്കലി എവിടേക്കാണോ പ്രൈസ് റിവേഴ്സൽ തന്നിട്ടുള്ളത്, എവിടേക്കാണോ പ്രൈസ് ഇതുപോലെ കൺസോൾഡേറ്റ് ചെയ്തിട്ടുള്ളത്, അത്തരത്തിലുള്ള ലെവൽസിൽ വെച്ചിട്ട് നമ്മൾ കമ്പൈൻ ചെയ്ത് വരയ്ക്കുന്ന ഒരു ലെവലാണ് കീ ലെവൽ. അത് സപ്പോർട്ടായിട്ടും റെസിസ്റ്റൻസ് ആയിട്ടും ആക്ട് ചെയ്യാറുണ്ട്. കറണ്ട് മാർക്കറ്റ് പ്രൈസിന് താഴെയാണെങ്കിൽ സപ്പോർട്ടും, കറണ്ട് മാർക്കറ്റ് പ്രൈസിന് മുകളിലാണെങ്കിൽ ആ കീ ലെവൽ റെസിസ്റ്റൻസ് ആയിട്ടുമാണ് ആക്ട് ചെയ്യുന്നത്. ഇതെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യം തന്നെയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു സപ്പോർട്ട് ലെവലിലോട്ട് മാർക്കറ്റ് ഫോളോ ചെയ്ത് വരുമ്പോൾ ആ ഒരു ലെവലിലുള്ള പ്രൈസ് ആക്ഷൻ വെച്ചിട്ട് അവിടെ ഒരു ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടുന്ന് മാർക്കറ്റ് മുകളിലേക്ക് പോകാൻ സാധ്യതയുണ്ടെന്നും അവിടെ ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്നും എവിടെ സ്റ്റോപ്പ് ലോസ് വെക്കാമെന്നും ഒക്കെ വളരെ കൃത്യമായിട്ട് നമ്മൾ ആ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തതാണ്. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഐ ബട്ടണിൽ കൊടുത്തേക്കാം, പോയി കണ്ടിട്ട് വരണം. ട്രെൻഡ് ലൈനെ പറ്റി പഠിച്ച ടോപ്പിക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് അപ് ട്രെൻഡിനെ പറ്റി, ഡൗൺ ട്രെൻഡിനെ പറ്റിയും ഡിസ്കസ് ചെയ്തു. പക്ഷേ ഇപ്പോൾ സ്വിംഗ് ട്രേഡിനെ പറ്റിയിട്ടുള്ള സ്ട്രാറ്റജി ആയതുകൊണ്ട് നമ്മൾ അപ് ട്രെൻഡിനെ പറ്റിയിട്ടായിരിക്കും കൂടുതൽ ഫോക്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ട്രെൻഡ് ലൈനെ പറ്റി പഠിച്ചപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്താണ് ഒരു ഹയർ ലോ അല്ലെങ്കിൽ ഒരു ലോ ക്രിയേറ്റ് ചെയ്ത ശേഷം ഒരു ഹയർ ലോ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ആ രണ്ട് ലോകളും കണക്ട് ചെയ്തുകൊണ്ട് ട്രെൻഡ് ലൈൻ വരയ്ക്കാമെന്നും ആ ട്രെൻഡ് ലൈനിലോട്ട് മാർക്കറ്റ് വരുമ്പോൾ ആ ട്രെൻഡ് ലൈനിന്റെ അടുത്തേക്ക് മാർക്കറ്റ് വരുമ്പോൾ അവിടെ ബയേഴ്സ് എൻട്രി ചെയ്യാൻ സാധ്യതയുണ്ട്, നല്ലൊരു പൊട്ടൻഷ്യൽ ഡിമാൻഡ് സോൺ ആണ്, മാർക്കറ്റ് റിവേഴ്സ് ചെയ്യാൻ സാധ്യതയുണ്ടെന്നും അത്തരൊരു കണ്ടീഷനിൽ മാർക്കറ്റ് റിവേഴ്സ് ചെയ്യുകയാണെങ്കിൽ അവിടെ എങ്ങനെ ട്രേഡ് എടുക്കാമെന്ന് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ആ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോയുടെ ലിങ്കും ഞാൻ ഐ ബട്ടണിൽ കൊടുത്തേക്കാം, അതും നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ പോയി കണ്ടിട്ട് വരണം. അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പഠിച്ചൊരു ടൂളാണ് ഫിബനാച്ചി റീട്രേസ്മെന്റ് ടൂൾ. വളരെയധികം നല്ല രീതിയിൽ ആക്യുറേറ്റ് ആയിട്ട് മാർക്കറ്റിൽ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ മാർക്കറ്റിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു ടൂളായിരുന്നു. അപ്പോൾ അതിൽ എങ്ങനെ ട്രേഡ് എടുക്കണമെന്നും ആ ഒരു ഫിബനാച്ചി ലെവലിനെ പറ്റിയിട്ട് നമ്മൾ പഠിച്ചതാണ്, ശരിയല്ലേ? ഒരു ലോ ക്രിയേറ്റ് ചെയ്ത് ഒരു ഹൈ ക്രിയേറ്റ് ചെയ്ത് ഒരു ഹയർ ലോ ക്രിയേറ്റ് ചെയ്യുന്നത് എവിടെ ആയിരിക്കാം, എവിടെ വന്നിട്ടായിരിക്കാം ഒരു നല്ല ഡിമാൻഡ് ഉള്ളത്, എവിടെ നിന്നായിരിക്കാം മാർക്കറ്റ് അടുത്തൊരു ഇമ്പൾസീവ് വേവ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ഒരു ഫിബനാച്ചി യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെ ആ ഒരു സ്പോട്ട് കണ്ടുപിടിക്കാം എന്നൊക്കെ നമ്മൾ പഠിച്ചതാണ്. ചുരുക്കി പറയാമെന്നുണ്ടെങ്കിൽ ഒരു സിമ്പിൾ പ്രൈസ് ആക്ഷൻ യൂസ് ചെയ്തുകൊണ്ട് സപ്പോർട്ട് സോൺ മാർക്കറ്റിൽ ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യാൻ സാധ്യതയുള്ള സ്ഥലങ്ങൾ, മാർക്കറ്റ് ബയേഴ്സ് ഡൊമിനേറ്റ് ചെയ്ത് തുടങ്ങാൻ സാധ്യതയുള്ള സ്ഥലങ്ങൾ കണ്ടുപിടിക്കാനുള്ള അത്യാവശ്യം ബേസിക് ടൂൾസ് എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് പല വീഡിയോസിലായിട്ട്. അതൊന്ന് ഷോർട്ടായിട്ട് പറഞ്ഞു എന്ന് മാത്രം. ഈ ടൂൾസിലെല്ലാം സപ്പോർട്ട് സോണുകളിൽ നമ്മൾ ബൈ എടുക്കാൻ ബേസിക് ആയിട്ട് കൺസിഡർ ചെയ്യുന്ന ഒരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത് അവിടുത്തെ പ്രൈസ് ആക്ഷൻ പ്രകാരമുള്ള ബയേഴ്സിന്റെ ഡൊമിനൻസ് നമ്മൾ മനസ്സിലാക്കുന്നത് അവിടുത്തെ കാൻഡിൽ സ്റ്റിക്സിന്റെ കൺഫർമേഷൻ യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ കാൻഡിൽ സ്റ്റിക്സിനെ പറ്റിയിട്ടും ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അതും ഞാൻ ഐ ബട്ടണിൽ കൊടുത്തിരിക്കാം, അതും പോയി കണ്ട് മനസ്സിലാക്കുക. ഇപ്പൊ നമ്മൾ ഏകദേശം 3-4 കാര്യങ്ങൾ പറഞ്ഞു. സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസിനെ പറ്റിയിട്ടും ട്രെൻഡ് ലൈനിനെ പറ്റിയിട്ടും ഫിബനാച്ചിയെ പറ്റിയിട്ടും ഈവൻ കാൻഡിൽ സ്റ്റിക് പാറ്റേൺസിനെ പറ്റിയിട്ടും പറഞ്ഞു. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം റിലവന്റ് ആയിട്ട് ഒരു സ്ഥലത്ത് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ആ സ്ഥലത്ത് ഹൈ പ്രോബബിലിറ്റി ട്രേഡ്സ് നമുക്ക് എടുക്കാൻ പറ്റും. അതായത് ഈ പറഞ്ഞ കാര്യങ്ങളിലെല്ലാം മാത്രം അപ്ലൈ ചെയ്യുമ്പോഴുള്ള ട്രേഡ്സിനെ പറ്റി നമ്മൾ ആ ഓരോ വീഡിയോസിൽ ഡിസ്കസ് ചെയ്തതാണ്, ശരിയല്ലേ? അത് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ പോയി കണ്ടിട്ട് വരുമെന്ന് എനിക്കറിയാം. എന്തായാലും ആ കാര്യങ്ങളെല്ലാം ഓരോ വീഡിയോസിലും നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ ആ പർട്ടിക്കുലർ ടോപ്പിക്ക് മാത്രം ഉപയോഗിച്ചുകൊണ്ട് ആ ഒരു പർട്ടിക്കുലർ ട്രേഡിനെ അല്ലെങ്കിൽ മാർക്കറ്റിനെ നമ്മൾ നോക്കി കാണുമായിരുന്നു, ശരിയല്ലേ? ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ചേർത്ത് കമ്പൈൻ ചെയ്തുകൊണ്ട് മാർക്കറ്റിനെ ഒന്ന് നോക്കി മനസ്സിലാക്കിക്കൂടെ? കാരണം ഇതെല്ലാം അപ്ലൈ ചെയ്യുന്നത് സെയിം മാർക്കറ്റിൽ തന്നെയാണ്, ശരിയല്ലേ?
ഫിബൊനാച്ചി അപ്ലൈ ചെയ്യാൻ പറ്റുന്ന അതേ മാർക്കറ്റിൽ നമുക്ക് അല്ലാത്ത സപ്പോർട്ട് സോൺസും റെസിസ്റ്റൻസ് സോൺസും വരയ്ക്കാൻ പറ്റും. ആ മാർക്കറ്റിന് നല്ലൊരു ട്രെൻഡ് ഉണ്ടാവും, ശരിയല്ലേ? അവിടെ എല്ലാം ക്യാൻഡിൽസ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ നമുക്ക് ഒരു ഉത്തരം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇതെല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് കൊണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു റെസിപ്പിയാണ് നമ്മളൊരു സ്ട്രാറ്റജി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു ട്രേഡിംഗ് സെറ്റപ്പ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ നമുക്ക് എല്ലാ വീക്കിലും സിമ്പിളായിട്ട് ശനി ഞായറും ഇരുന്ന് കഴിഞ്ഞാൽ കണ്ടുപിടിക്കാൻ പറ്റുന്ന ചില ട്രേഡിംഗ് സെറ്റപ്പുകളുണ്ട്. അത്തരത്തിലുള്ള ട്രേഡിംഗ് സെറ്റപ്പിൽ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യം, നിഫ്റ്റി ബുള്ളിഷ് ആയിരിക്കുമ്പോൾ അല്ലെങ്കിൽ നിഫ്റ്റി പ്രശ്നങ്ങളൊന്നുമില്ലാതെ ഒരു അപ് ട്രെൻഡിൽ കണ്ടിന്യൂ ചെയ്ത് പോകുമ്പോൾ മാത്രം വർക്കൗട്ട് ആവുന്ന ഒരു സ്ട്രാറ്റജിയാണ്. കാരണം ഇത് സ്വിംഗ് ട്രേഡിംഗ് സ്ട്രാറ്റജി ആയതുകൊണ്ട് തന്നെ സ്റ്റോക്കുകളിൽ ബൈ ചെയ്യാൻ പറ്റുന്ന പൊട്ടൻഷ്യൽ സോൺസും അല്ലെങ്കിൽ ബൈ ചെയ്യാൻ പറ്റുന്ന പൊട്ടൻഷ്യൽ ട്രേഡിംഗ് സെറ്റപ്പും ആണ് നമ്മൾ ഈ ഒരു സ്ട്രാറ്റജിയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇപ്പം നമ്മൾ 3-4 ടൂൾസിനെ പറ്റിയിട്ടും ടോപ്പിക്സിനെ പറ്റിയിട്ടും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, ശരിയല്ലേ? അപ്പോൾ ഇതെല്ലാം കൂടെ കമ്പൈൻ ചെയ്ത് വരുന്ന ഒരു സ്പോട്ടിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ എന്താണെന്നുള്ളത് ചാർട്ടിൽ വളരെ സിമ്പിൾ ആയിട്ടൊന്ന് വരച്ചിട്ടിരിക്കുകയാണ്. ഒന്ന് ചിന്തിച്ച് നോക്കുക. ഇതൊരു ഈ കറുത്ത മാഷ് കൊണ്ട് അടയാളപ്പെടുത്തിയിരിക്കുന്നതാണ് ഒരു പ്രൈസിന്റെ ചാർട്ട്, അല്ലെങ്കിൽ ഒരു സ്റ്റോക്കിന്റെ പ്രൈസ് ചാർട്ട്. അപ്പോൾ ആ ഒരു പ്രൈസ് മൂവ് ചെയ്തിരിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് വരയ്ക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഈ ഒരു ട്രേഡ് സെറ്റപ്പിൽ ഞാൻ ഇവിടെ ഒരു കീ ലെവൽ വരച്ചിട്ടുണ്ട്, അല്ലേ? ഇതൊരു സപ്പോർട്ട് ലെവലാണ്, റെസിസ്റ്റൻസ് ലെവൽ ആയിരുന്നു. അപ്പോൾ ഇതൊരു സപ്പോർട്ട് ലെവലാണ് ഇപ്പം നിൽക്കുന്ന കറണ്ട് മാർക്കറ്റ് പ്രൈസിനെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ഇവിടെ ഒരു സപ്പോർട്ട് ലെവൽ ഉണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഞാൻ ഇവിടെ വരച്ചിട്ടുണ്ട്, ഇവിടെ ഒരു ട്രെൻഡ് ഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ട്രെൻഡ് ലൈനും ഞാൻ ഇവിടെ വരച്ചിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ മറ്റൊരു കാര്യം എനിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇവിടെ ഒരു ട്രെൻഡ് ആയതുകൊണ്ട് തന്നെ മാർക്കറ്റ് എപ്പോഴും സ്വിംഗ് ഹൈകളും സ്വിംഗ് ലോകളും തന്നിട്ടാണ് പോകുന്നത്. അപ്പോൾ ഈ ഒരു സ്വിംഗ് ലോയും ഈ ഒരു സ്വിംഗ് ഹൈയും യൂസ് ചെയ്തുകൊണ്ട് ഞാൻ അതിന്റെ ഫിബൊനാച്ചി റീട്രേസ്മെന്റ് ടൂളും വരച്ചിട്ടുണ്ട്. അതാണ് ഈ റെഡ് കളറിൽ വരച്ചിരിക്കുന്നത്. ജസ്റ്റ് സങ്കല്പിക്കുക. അപ്പോൾ അതിന്റെ കീ ലെവലുകളെല്ലാം സപ്പോർട്ട് ലെവലുകളാണ്. നമുക്കറിയാം ട്രെൻഡ് ലൈൻ ഒരു ഡിമാൻഡ് സോൺ ആണ്. അവിടെ ബയ്യേഴ്സിന്റെ നല്ല രീതിയിലുള്ള പൊട്ടൻഷ്യൽ ഉള്ള ഏരിയ ആണ്. ഹൊറിസോണ്ടൽ സപ്പോർട്ട് സോൺ വളരെ നല്ലൊരു ഡിമാൻഡ് സോൺ ആണ്. ബയ്യേഴ്സിന്റെ നല്ല രീതിയിലുള്ള പൊട്ടൻഷ്യൽ ഉള്ള ഒരു ഏരിയ ആണ്. ഫിബൊനാച്ചി ലെവൽസ് വളരെ നല്ലൊരു കീ പോയിന്റ് ആണ്. സപ്പോർട്ടായിട്ട് ബയ്യേഴ്സ് എൻട്രി ചെയ്യാൻ സാധ്യതയുള്ള ഒരു പോയിന്റ്സ് ആണ്. അപ്പൊ ഇതെല്ലാം കൂടെ കമ്പൈൻ ചെയ്ത് വരുന്ന ഈ ഒരു പോയിന്റിൽ ഹൈ പ്രോബബിലിറ്റി ട്രേഡ്സ് കിട്ടും എന്നുള്ള കാര്യം വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ, ശരിയല്ലേ? അപ്പൊ ആ ഒരു പോയിന്റിൽ ഒരു കാൻഡിൽസ്റ്റിക് കൺഫർമേഷനോ അതൊരു ബുള്ളിഷ് എൻഗൾഫിങ്ങോ ഈവൻ ഏതെങ്കിലും ഒരു റിജക്ഷൻ ആയിട്ടുള്ള ഒരു ഹാമർ പോലത്തെ ഒരു പാറ്റേണോ ആയിക്കോട്ടെ, അത്തരത്തിലുള്ള ഒരു പാറ്റേണും കൂടെ കിട്ടുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് ഈ ഒരു സോണിൽ വളരെ നല്ല പ്രോബബിൾ ട്രേഡ്സ് എക്സിക്യൂട്ട് ചെയ്യാവുന്നതാണ്. മാർക്കറ്റിലെല്ലാം ഇപ്പോഴും ആൾക്കാരെല്ലാവരും ഒരേ കാര്യം കണ്ടു എന്ന് വരില്ല, ശരിയല്ലേ? പലരും പല കാര്യങ്ങളായിരിക്കും കാണുന്നത്. ചില ആൾക്കാർ ട്രെൻഡ് ആയിരിക്കും കൂടുതലായിട്ട് ശ്രദ്ധിക്കുന്നത്, ചില ആൾക്കാർ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ആയിരിക്കും അവരുടെ കണ്ണിൽ പെട്ടെന്ന് പെടുന്നത്, ചില ആൾക്കാർ ഫിബൊനാച്ചി വെച്ചിട്ടായിരിക്കും കൂടുതലായിട്ട് ലെവൽസ് വരയ്ക്കുന്നത്. എന്നാൽ ഇതെല്ലാം കൂടെ കമ്പൈൻ ചെയ്ത് ഒരു സ്പോട്ടിൽ വരുമ്പോൾ അവിടെ എന്തുമാത്രം പ്രോബബിലിറ്റി ഉണ്ടാവും നിങ്ങൾ സിമ്പിളായിട്ട് ചിന്തിച്ച് നോക്കുക. ഫിബൊനാച്ചി മാത്രം യൂസ് ചെയ്തുകൊണ്ട് ട്രേഡ് ചെയ്യുന്ന ആൾക്കാർ ഈ ഒരു സ്പോട്ടിൽ എൻട്രി ചെയ്യും. ട്രെൻഡ് ലൈൻ മാത്രം യൂസ് ചെയ്തുകൊണ്ട് ട്രേഡ് ചെയ്യുന്ന ഒരാളുണ്ടെങ്കിൽ ആ വ്യക്തി എന്തായാലും ഈ സ്പോട്ടിൽ എൻട്രി ചെയ്യും. അതേപോലെ തന്നെ സിമ്പിൾ പ്രൈസ് ആക്ഷൻ പ്രകാരമുള്ള സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ്, ഈ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് വരച്ച് വെച്ചിരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു നല്ല എൻട്രി പോയിന്റ് ആണ്. കാരണം ബ്രേക്ക്ഔട്ടിന് ശേഷമുള്ള ഒരു റീടെസ്റ്റ് ആണ്, ശരിയല്ലേ? അപ്പോൾ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കുക. ഇത്തരത്തിലുള്ള പല സ്കൂൾ ഓഫ് ട്രേഡേഴ്സ്, ഡിഫറെന്റ് കാറ്റഗറി ഓഫ് ട്രേഡേഴ്സ് എല്ലാവരും ഒരുമിച്ച് വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു പോയിന്റ് ആയതുകൊണ്ട് തന്നെ ഈ ഓരോ ടൂളും മാത്രം അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന പ്രോബബിലിറ്റിയെക്കാട്ടിലും ഫാർ ബെറ്റർ പ്രോബബിലിറ്റി ആണ് ഇതെല്ലാം കൂടെ കമ്പൈൻ ചെയ്ത് കിട്ടുന്ന ഇത്തരം ഒരു സ്പോട്ടിൽ നമുക്ക് കിട്ടുക. അപ്പം നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ ചാർട്ടുകളിൽ സ്ഥിരമായിട്ട് നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ചില സ്പോട്ടുകളാണ്. നമ്മൾ ശ്രദ്ധിക്കുന്ന സ്പോട്ട് അല്ലെങ്കിൽ നമ്മൾ കൂടുതൽ വെയിറ്റേജ് കൊടുക്കുന്നത് ചിലപ്പോൾ ഒരു ട്രെൻഡ് ലൈൻ മാത്രം വരുന്ന സ്പോട്ടായിരിക്കും, ചിലപ്പോൾ ഒരു സപ്പോർട്ട് ലെവൽ മാത്രം വരുന്ന സ്പോട്ടായിരിക്കും. അതെല്ലാവരും കണ്ടുകൊള്ളണമെന്നില്ല. അതുകൊണ്ടാണ് അതിന് അത്രയും പ്രോബബിലിറ്റിയും റിട്ടേൺസും കിട്ടാതെ പോകുന്നത്. എന്നാൽ ഇതെല്ലാം കമ്പൈൻ ചെയ്ത് വരുമ്പോൾ സാധാ കിട്ടുന്ന ട്രേഡ്സിനെക്കാട്ടിലും നല്ല പ്രോബബിലിറ്റി ഉള്ള ട്രേഡ്സ് നമുക്ക് ഇവിടെ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതെല്ലാം ഞാൻ ജസ്റ്റ് പറഞ്ഞിട്ടങ്ങ് പോവല്ല, ഇതെല്ലാം നമുക്ക് ഒരുമിച്ച് അപ്ലൈ ചെയ്യാം. വളരെ ഈസിയാണ്. അതിനുള്ള വഴി നമ്മുടെ മുമ്പിൽ തന്നെ ഉണ്ട്. നമ്മൾ സിമ്പിളായിട്ട് ഒന്ന് യൂസ് ചെയ്താൽ മാത്രം മതി. എല്ലാ ദിവസവും രാവിലെ 8 മണിക്ക് കൃത്യം നമ്മൾ ഇക്വിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ നമ്മൾ ലൈവ് വരുന്നുണ്ട്, ശരിയല്ലേ? അപ്പോൾ നിങ്ങൾക്കറിയാം ഉറപ്പായിട്ടും പല ആൾക്കാരും പല സ്റ്റോക്കുകളുടെ പേര് കമന്റ് ചെയ്യാറുണ്ട്. നിങ്ങൾ സ്റ്റോക്കിന്റെ പേര് കമന്റ് ചെയ്യുന്നതിന്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് ആ സ്റ്റോക്കിൽ എന്തോ ഒരു അനാലിസിസ് നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാക്കിയിട്ടുണ്ട്, ശരിയല്ലേ? അതിൽ എൻ്റെ ഒരു വ്യൂവും കൂടെ അറിയാൻ വേണ്ടിയിട്ടാണ് ഉറപ്പായിട്ടും നിങ്ങളത് പറയും. അങ്ങനെയാണെങ്കിൽ ഇത്തരത്തിലുള്ള ലെവൽസ് കണ്ടുപിടിക്കാൻ നമ്മളെല്ലാവരും ഓരോരുത്തർ ശ്രമിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമുക്ക് എല്ലാവർക്കും ഈ ലെവൽസ് കിട്ടും. നിങ്ങൾ അങ്ങനെ ഒരു സ്പോട്ടിൽ നിൽക്കുന്ന സ്റ്റോക്ക് എല്ലാ ദിവസവും വന്ന് ലൈവിൽ കമന്റ് ചെയ്ത് നോക്കൂ. നമുക്ക് ആ ഒരു സ്റ്റോക്കിനെ പറ്റിയിട്ട് ലൈവായിട്ട് തന്നെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ സെറ്റപ്പുകളെല്ലാം കമ്പൈൻ ചെയ്ത് വരുന്ന ആ ഒരു സ്പോട്ട് ആണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവിടെ 2 കാര്യങ്ങൾ നടക്കും. അത് ഇമ്പൾസീവും ആയിരിക്കും. ഒന്നുകിൽ ഇവിടെ ഹൈ ഡിമാൻഡ് കാരണം മാർക്കറ്റ് നല്ല രീതിയിൽ ഷൂട്ട് ചെയ്ത് മുകളിലേക്ക് പോയി 2-3% മുകളിലേക്ക് പോയേക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ശക്തമായ ബ്രേക്ക് ഡൗൺ കാരണം ഈ ലെവൽ ബ്രേക്ക് ഡൗൺ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ നല്ലൊരു സെല്ലിംഗ് പ്രഷർ ഉണ്ടായി പെട്ടെന്ന് തന്നെ താഴേക്ക് പോയേക്കാം. അപ്പം നമുക്ക് ചെറിയ സ്റ്റോപ്പ് ലോസും
ഹൈ പ്രോഫിറ്റും രണ്ടാണെങ്കിലും പെട്ടെന്ന് തന്നെ കിട്ടുന്ന ഒരു നിലപാടിലേക്ക് ഈ ഒരു സെറ്റപ്പ് കൊണ്ടെത്തിക്കാം. നമുക്കിതിൻ്റെ പ്രോബബിലിറ്റി വർക്കൗട്ട് ചെയ്ത് തന്നെ നോക്കാം. എന്തായാലും എല്ലാ ദിവസവും വരുന്ന രാവിലെ 8 മണിക്ക് കൃത്യമുള്ള ലൈവിൽ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ലൈവ് ചാറ്റിൽ ലൈവ് കമൻറ്റിൽ ഇത്തരം സ്റ്റോക്കുകളുടെ പേര് നിങ്ങൾക്ക് ഇടാം. ആ പേര് നമ്മൾ അവിടെ വെച്ച് ലൈവായിട്ട് ക്രോസ് എക്സാമിൻ ചെയ്ത് അതിൻ്റെ ചാർട്ട് കംപ്ലീറ്റ്ലി പഠിച്ചിട്ട് നമ്മൾ ഈ പറഞ്ഞ സെറ്റപ്പിന് അനുയോജ്യമായ ഒരു ചാർട്ട് ആണെങ്കിൽ നമ്മളത് എക്സിക്യൂട്ട് ചെയ്യുന്നു. എന്തായാലും നമുക്ക് ചാർട്ടിൽ തന്നെ പോയിട്ട് ഇതുപോലത്തെ ഒരു സെറ്റപ്പ് ഉണ്ടെങ്കിൽ ആ ഒരു സെറ്റപ്പിലുള്ള എൻട്രി പോയിന്റും സ്റ്റോപ്പ് ലോസും ടാർജറ്റിനെ പറ്റിയിട്ട് ഡിസ്കസ് ചെയ്യാം. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ പറഞ്ഞ സ്പോട്ടിൽ ഒരു സ്റ്റോക്ക് വന്നു കഴിഞ്ഞാൽ അത് മുകളിലോട്ട് പോകും എന്നല്ല പറഞ്ഞത്. എന്താണ് പറഞ്ഞത്? ഈ സ്പോട്ടിൽ വന്നു കഴിഞ്ഞാൽ അവിടെ കൂടുതൽ ആൾക്കാർ ബൈ ചെയ്യാനുള്ള പൊട്ടൻഷ്യൽ ലെവലാണെന്നും ആ ലെവലിന് തൊട്ട് താഴെ തന്നെ സ്റ്റോപ്പ് ലോസ് വെക്കുന്നത് കൊണ്ട് നമുക്ക് വളരെ ചെറിയ സ്റ്റോപ്പ് ലോസിൽ എക്സിറ്റ് ചെയ്യാമെന്നുള്ളതാണ് ഇവിടുത്തെ മെയിൻ തിങ്. അതായത് പ്രോബബിലിറ്റി കൂടുതലും. പ്രോബബിലിറ്റി എങ്ങനെയാണ് കൂടിയത്? പല കൈൻഡ് ഓഫ് ആൾക്കാർ ഇവിടെ വരുന്നുണ്ട്. ഡിഫറെൻറ്റ് സ്കൂൾ ഓഫ് ട്രേഡേഴ്സ് കമ്പൈൻ ചെയ്യുന്ന എല്ലാവരുടെയും കണ്ണിൽ പെടുന്ന ഒരു ലെവൽ ആയതുകൊണ്ട് അവിടെ ഉറപ്പായിട്ടും പ്രോബബിലിറ്റി കൂടുതലാണ്. ശരിയല്ലേ? രണ്ടാമത്തെ കാര്യം, ഈ പറഞ്ഞ ലെവൽ ഒരു സപ്പോർട്ട് ലെവൽ ആയതുകൊണ്ട് തന്നെ അതിന് തൊട്ട് താഴെ നമുക്ക് സ്റ്റോപ്പ് ലോസ് വെക്കാൻ പറ്റും എന്നുള്ളത് കൊണ്ട് നമുക്ക് ആ ഒരു ലെവലിൽ ചെറിയ സ്റ്റോപ്പ് ലോസ് വെച്ചാൽ മതി. സോ വളരെ ലോ റിസ്ക്കും ഹൈ പ്രോബബിലിറ്റി ഉള്ള നല്ല ട്രേഡ്സ് നമുക്ക് ഇവിടെ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ഇത് ഒരു മാർക്കറ്റ് കണ്ടീഷൻ ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ മാർക്കറ്റ് ഇങ്ങനെ നിൽക്കുമ്പോൾ നമ്മളിവിടെ എന്തൊക്കെ അനാലിസിസ് നടത്താൻ പോകുന്നത്? നമുക്കിവിടെ പല അനാലിസിസ് നടത്താം. ശരിയല്ലേ? നമുക്കിവിടെ ഒരു ട്രെൻഡ് ലൈൻ വരയ്ക്കാം. ഓക്കെ, ഞാൻ ഇവിടെ ഒരു ട്രെൻഡ് ലൈൻ വരയ്ക്കാൻ പോവാണ്. ഓക്കെ, എനിക്ക് ഇവിടെ ഒരു ട്രെൻഡ് ലൈൻ കിട്ടിയിട്ടുണ്ട്. ശരിയല്ലേ? ട്രെൻഡ് ലൈൻ സപ്പോർട്ട് സോണിൽ വരുമ്പോൾ നമുക്കൊരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി അവിടെ ഉണ്ട്. അപ്പൊ ഈ ഒരു സ്പോട്ടിൽ അത്തരത്തിലുള്ളൊരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി ഉള്ളൊരു സ്പോട്ടാണ് ഈ ഒരു റീജിയൻ, അല്ലെ? അതുപോലെ തന്നെ എനിക്കിവിടെ ഹൊറിസോണ്ടലി വരയ്ക്കാൻ പറ്റുന്നത് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് കീ ലെവൽസ് വരയ്ക്കാൻ പറ്റും. ശരിയല്ലേ? അപ്പൊ ഞാൻ ഇവിടെ പ്രീവിയസ്ലി പ്രൈസ് റെസ്പെക്ട് ചെയ്യപ്പെട്ടിട്ടുള്ള കീ ലെവൽസ് ഞാൻ നോക്കുകയാണ്. സോ ഇവിടെ എനിക്കൊരു റെസിസ്റ്റൻസ് ഏരിയ അല്ലെങ്കിൽ ഒരു സപ്പോർട്ട് ലോ ലെവൽ അല്ലെങ്കിൽ ഒരു കീ ലെവൽ എനിക്ക് ഇവിടെ വരയ്ക്കാൻ പറ്റുന്നുണ്ട്. അപ്പൊ ഈ ഒരു സോണിൽ മാർക്കറ്റ് മുമ്പ് പ്രീവിയസ്ലി പലവട്ടം റെസിസ്റ്റൻസ് ആയിട്ടും സപ്പോർട്ടായിട്ടും ഒക്കെ എടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് കാണാം, ഇത് മാർക്കറ്റ് അല്ല, ഇത് നമ്മൾ വരയ്ക്കുന്നതാണ്. എന്നാലും നമ്മളൊരു കേസ് സ്റ്റഡി നടത്തുകയാണ്, അല്ലേ? റിയൽ മാർക്കറ്റിൽ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, നിഫ്റ്റി ഈവൻ ബെയറിഷ് ആണെങ്കിൽ പോലും നമുക്ക് ജസ്റ്റ് ഇങ്ങനത്തെ സിനേറിയോസ് വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റുമോ നോക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് കാണാം പ്രീവിയസ്ലി പലവട്ടം റെസ്പെക്ട് ചെയ്യപ്പെട്ടുള്ള ഒരു ഹൊറിസോണ്ടൽ ലെവൽ ഇതുണ്ട്. അതുപോലെ തന്നെ ഒരു സപ്പോർട്ട് ലെവൽ ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇനി കാണാൻ പറ്റുന്നത് ഈ ഒരു ലോ ടു ഈ ഒരു ഹൈ വരെയുള്ള ഫിബനാച്ചി ആണ്. ശരിയല്ലേ? ഞാൻ ഈ ഒരു ലോ ടു ഈ ഒരു ഹൈ വരെ ഫിബനാച്ചി വെച്ചപ്പോൾ എനിക്ക് കാണാൻ സാധിച്ചത് ഈ പറഞ്ഞ ലെവൽസ് എല്ലാം കോയിൻസൈഡ് ചെയ്യുന്ന ഒരു പോയിന്റ് ഉണ്ട്. അതായത് നമ്മുടെ സപ്പോർട്ട് ലെവൽ, അതുപോലെ തന്നെ നമ്മുടെ ട്രെൻഡ് ലൈൻ സപ്പോർട്ട്, അതുപോലെ തന്നെ ഫിബനാച്ചി ലെവൽ എല്ലാം കൂടെ കോയിൻസൈഡ് ചെയ്യുന്ന ഒരു പോയിന്റ് ആണ് ഈ ഒരു പോയിന്റ്. ആ ഒരു പോയിന്റിലാണ് മാർക്കറ്റ് ഇപ്പോൾ സപ്പോർട്ട് എടുത്ത് നിൽക്കുന്നത്. അപ്പൊ ഇവിടെ നമുക്കൊരു ക്യാൻഡിൽ സ്റ്റിക് കൺഫർമേഷനോടെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്കൊരു ട്രേഡ് എടുക്കാവുന്നതാണ്. നമുക്ക് എവിടെ സ്റ്റോപ്പ് ലോസ് വെക്കാം? നമ്മുടെ സ്റ്റോപ്പ് ലോസ്, ഞാനാണ് സ്റ്റോപ്പ് ലോസ് വെക്കുന്നതെങ്കിൽ ഞാൻ 60ക്ക് താഴെയൊക്കെ ആയിരിക്കും സ്റ്റോപ്പ് ലോസ് വെക്കുന്നത്. കാരണം ഇതാണ് ഏറ്റവും സേഫ് ആയിട്ടുള്ള ഫിബനാച്ചി ലെവൽ. അപ്പോൾ ഈ 60ക്ക് താഴെ 0.618 അല്ലെങ്കിൽ 61.80ക്ക് താഴെ സ്റ്റോപ്പ് ലോസ് വെക്കാം. അതുപോലെ തന്നെ ടാർഗറ്റ് വെക്കാൻ പറ്റുന്നത് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ഏരിയയിൽ നമുക്ക് ടാർഗറ്റ് വെക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു ഏരിയയിൽ ടാർഗറ്റ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആക്ച്വലി ടാർഗറ്റ് വെക്കാൻ യൂസ് ചെയ്യാൻ പറ്റുന്ന ടൂൾ ഉണ്ട്. ഏതാണ്? ഫിബനാച്ചി എക്സ്റ്റൻഷൻ ടൂൾ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ലോ ടു ഈ ഒരു ഹൈ ടു ഈ ഒരു ഹയർ ലോ വെച്ചിട്ട് ഫിബനാച്ചി എക്സ്റ്റൻഷൻ ടൂൾ കൺസിഡർ ചെയ്യുമ്പോൾ എനിക്ക് ടാർഗറ്റ് ആയിട്ട് വെക്കാൻ പറ്റുന്ന ലെവൽസ് ഞാൻ ഇവിടെ ബ്ലൂ കളറിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്, അല്ലേ? എനിക്ക് 100% മാക്സിമം ടാർഗറ്റും മിനിമം ടാർഗറ്റ് 61% വെക്കാം. അപ്പോൾ ഇവിടം വരെ മാക്സിമം പോയേക്കാം. 100% വരെ എക്സ്പെക്ട് ചെയ്യണമെന്ന് നിർബന്ധമില്ല. അപ്പം നമുക്ക് ഇത്തരത്തിലുള്ളൊരു ട്രേഡ് സെറ്റപ്പിൽ വളരെ ഹൈ പ്രോബിൾ ആയിട്ടുള്ള സ്വിംഗ് ട്രേഡിംഗ് സെറ്റപ്പ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് വളരെ സിമ്പിൾ ആയിട്ടുള്ള ട്രേഡ്സ് എക്സിക്യൂട്ട് ചെയ്യാൻ കഴിയുന്നതാണ്. അപ്പോൾ ഇത് ഭാരത് ഫോർജിന്റെ ചാർട്ടാണ്. ഈ ഒരു ചാർട്ടിൽ ഞാനൊരു സിമ്പിൾ അനാലിസിസ് നടത്താൻ പോവാണ്. ഇവിടെ നമുക്കൊരു സിമ്പിൾ ട്രെൻഡ് ലൈൻ, ഇത് അത്ര പെർഫെക്റ്റ് ചാർട്ടൊന്നും അല്ല. ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇത് വർക്കൗട്ട് ആവണമെന്നുണ്ടെങ്കിൽ നമ്മളെല്ലാവരും കൂടെ ലൈവിൽ വന്നിട്ട് ഡിസ്കസ് ചെയ്താൽ മാത്രമേ ഇത്തരത്തിലുള്ള സ്റ്റോക്കുകൾ നിങ്ങൾ പിക്ക് ചെയ്യുന്നതും ഒക്കെ ആയിട്ടുള്ള സ്റ്റോക്കുകൾ നമുക്ക് ഡിസ്കസ് ചെയ്ത് അനലൈസ് ചെയ്ത് നോക്കാൻ പറ്റും. ഇപ്പൊ ഞാൻ ജസ്റ്റ് കണ്ണിന് മുമ്പിൽ കണ്ടൊരു സ്റ്റോക്ക് എടുത്ത് അനലൈസ് ചെയ്യാണ്. അപ്പൊ ഇതിന്റെ വർക്കിംഗ് പ്രോബബിലിറ്റി എത്രത്തോളം വരും എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. അപ്പൊ ഈ ഒരു സ്റ്റോക്കിന്റെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ഏരിയകളൊക്കെ ഞാനൊന്ന് വരയ്ക്കുവാണ്. അപ്പൊ നമുക്കിവിടെ കാണാം ഈ ഒരു റീജിയനിൽ ഇതിന് നല്ലൊരു റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്തിട്ടുണ്ട്. എന്നാലും ഒരുപാട് താഴേക്ക് വന്നാൽ മാത്രമേ ആ ഒരു സോണിലോട്ട് വരൂ. അങ്ങനെ വരുമ്പോൾ നമ്മുടെ സെറ്റപ്പിൽ ഈ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഡൗൺ ആവുന്നത് കൊണ്ട് തന്നെ നമുക്ക് ആ ഒരു സിനേറിയോയിൽ പ്രോപ്പർ ആയിട്ടുള്ള ഒരു ബൈങ് ഓപ്പർച്യൂണിറ്റി കിട്ടില്ല. അപ്പൊ നമുക്ക് വേറെ റെസിസ്റ്റൻസ് ഏരിയ വല്ല ഇവിടെ ഉണ്ടോ എന്ന് നോക്കാം. ഓക്കെ, പ്രീവിയസ്ലി നമുക്ക് ഇവിടെ കാണാം മാർക്കറ്റ് ഈ ഒരു സോണിലൊക്കെ വന്നിട്ട് നല്ല രീതിയിൽ കൺസോൾഡേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഇവിടെ പ്രീവിയസ് ടൈമിൽ മാർക്കറ്റ് എത്തി നിന്ന സമയത്തുള്ള മാർക്കറ്റിന്റെ ബിഹേവിയർ യൂസ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഏരിയ വരയ്ക്കുകയാണ്. ഓക്കെ, അപ്പൊ എനിക്കിവിടെ കാണാം ഓൾമോസ്റ്റ് ഈ ഒരു റീജിയനിൽ ഒരു സപ്പോർട്ട് സോൺ ഉണ്ടായിരുന്നു മാർക്കറ്റിന്. ശരിയല്ലേ? ഇവിടെ 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 ബ്രേക്ക് ഡൗൺ ചെയ്തു. അതിനുശേഷം ഈ സോണിൽ സപ്പോർട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ബ്രേക്ക് ഡൗൺ ചെയ്തിട്ടുണ്ട്, ബ്രേക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്, ഇവിടെ കൺസോൾഡേറ്റ് ചെയ്തിട്ടുണ്ട്, പിന്നെ ഒരു ബ്രേക്ക് ഡൗൺ ചെയ്തിട്ടുണ്ട്. ശരിയല്ലേ? അപ്പൊ അത് നല്ലൊരു റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ഒരു കീ ലെവൽ തന്നെയാണ് ആ ഒരു ലെവല്. അപ്പൊ റീസെന്റ്
റീസെന്റ് മാർക്കറ്റ് ഓൾമോസ്റ്റ് ഒന്ന് സപ്പോർട്ട് എടുത്ത് നിൽക്കുന്നതും ആ ഒരു ലെവലിലാണ്. അപ്പൊ അത് നല്ലൊരു ഡിമാൻഡ് സോൺ ആണ് ഈ ഒരു റീജിയൻ എന്ന് പറയുന്നത്. നമുക്കത് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഫിബനാച്ചി ലെവൽ കൺസിഡർ ചെയ്യാം. ഫിബനാച്ചി ലെവൽ കൺസിഡർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ലോ ടു ഈ ഒരു ഹൈ വരെ വെച്ച് നോക്കുകയാണ്. അപ്പൊ ഞാൻ ഈ ഒരു ലോ ടു ഈ ഒരു ഹൈ വരെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് എന്താ കാണാൻ സാധിക്കുന്നത്, കൃത്യമായിട്ട് ഇവിടെ നിന്നും മുകളിലോട്ട് ഒരു ഇമ്പൾസീവ് മൂവ്മെന്റ് തന്നിട്ട് സ്റ്റോക്ക് കറക്റ്റ് ചെയ്ത് വന്ന് സപ്പോർട്ട് എടുത്തിരിക്കുന്നതും ഈ പറഞ്ഞ മേജർ ആയിട്ടുള്ള ഒരു ഫിബനാച്ചി ലെവലിൽ തന്നെയാണ്. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാം ഞാൻ പറഞ്ഞു, ഞാനിപ്പോൾ കൺമുമ്പിൽ കണ്ട ഒരു സ്റ്റോക്കിൽ അത്തരത്തിലുള്ള ഒരു അനാലിസിസ് ആക്ച്വലി ക്രിയേറ്റ് ചെയ്ത് എടുക്കുകയാണ് ചെയ്തത്. പക്ക പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ലെവലിലൊന്നും വന്നിട്ടില്ല, എന്നാലും ഓൾമോസ്റ്റ് ആ ഒരു സപ്പോർട്ട് സോണിലും ഫിബനാച്ചി ലെവലിലും ഈവൻ ട്രെൻഡ് ലൈൻ സപ്പോർട്ടും എല്ലാം കോയിൻസൈഡ് ചെയ്യുന്ന ലെവലിൽ നമുക്ക് ഒരു മൂവ്മെന്റ് മുകളിലോട്ട് തന്നിട്ടുണ്ട്. ശരിയല്ലേ? ഞാനിപ്പോൾ 1 hour ക്യാൻഡിലാണ് കാണിക്കുന്നത്. ഇവിടം വരെ ഒരു ബെയറിഷ് മൂവ്മെന്റും ഇവിടുത്തെ വിക്കൊക്കെ നമുക്ക് നല്ലൊരു റിജക്ഷൻ ക്യാൻഡിലായിട്ടും ഈവൻ ഇവിടെ ഡോജിയും നല്ലൊരു ബുള്ളിഷ് ക്യാൻഡിലും ഒക്കെ കാണാം. അപ്പൊ അത്തരത്തിലുള്ള ഒരു മൂവ്മെന്റ് മുകളിലോട്ട് എക്സ്പെക്ട് ചെയ്യാം എന്നുള്ളതാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പൊ ഞാൻ ഇവിടെ ഫിബനാച്ചി എക്സ്റ്റൻഷൻ ടൂൾ യൂസ് ചെയ്തിട്ട് ടാർഗറ്റും കൂടെ ഡിക്ലെയർ ചെയ്യുകയാണ്. അപ്പൊ എനിക്കിവിടെ ടാർഗറ്റ് ആയിട്ട് വെക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ലോ ടു ഈ ഒരു ഹൈ ടു ഈ ഒരു ഹയർ ലോ വെച്ചപ്പോൾ എനിക്ക് 61% തന്നെയാണ് എന്റെ മാക്സിമം ടാർഗറ്റ്. സോ എന്റെ മാക്സിമം ടാർഗറ്റ് ഞാൻ വെക്കുന്നത് ഈ ഒരു ലെവൽ വരെയാണ്. പക്ഷെ ആ ഒരു ടാർഗറ്റ് വരെ ഒന്നും നിങ്ങൾ വെയിറ്റ് ചെയ്യണ്ട. അത്യാവശ്യം ചെറിയ പ്രോഫിറ്റ് കിട്ടുമ്പോൾ തന്നെ നമ്മൾ എക്സിറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ബെറ്റർ ഐഡിയ. സോ നമുക്ക് കാണാം, ഈ ഒരു ലെവൽ വരെയൊക്കെ എത്തിക്കഴിഞ്ഞാൽ 8% മൂവ്മെന്റ് ആണ് ഈ ഒരു സ്റ്റോക്ക് തരുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ആ ഒരു ട്രേഡ് സെറ്റപ്പ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇത് ഒന്നുകിൽ പോയി ടാർഗറ്റ് ഹിറ്റ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യാം. നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഏതായിരുന്നു? നമ്മുടെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് ഈ ഒരു സ്വിംഗ് ലോ ടു ഈ ഒരു സ്വിംഗ് ഹൈ വരെയുള്ള ഫിബനാച്ചി ലെവലിന് 60ക്ക് താഴെയാണ് സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത്. ഇവിടെ 60ക്ക് താഴെയൊക്കെ സ്റ്റോപ്പ് ലോസ് വെച്ചാലുള്ള ബെനിഫിറ്റ് എന്താണ്? വളരെ ചെറിയ സ്റ്റോപ്പ് ലോസും ടാർഗറ്റ് ആണെങ്കിൽ കമ്പാരിറ്റീവ്ലി ഭയങ്കരമായ വലിയൊരു ടാർഗറ്റ് നമുക്ക് ഇവിടെ കിട്ടുന്നതായിരിക്കും. ശരിയല്ലേ? അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യുക, ഈ സ്റ്റോപ്പ് ലോ ഇത്തരത്തിലുള്ള ട്രേഡ്സ് നമുക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ എക്സിക്യൂട്ട് ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും. കാരണം ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ചെറിയൊരു പെർസെൻറ്റേജും പ്രോഫിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ വലിയൊരു പെർസെൻറ്റേജുമാണ് അവിടെ കിട്ടുന്നത്. പക്ഷെ ഒരു ഐഡിയൽ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് ഈ ഒരു സിനാരിയോയിൽ ഇതിന് താഴെയൊക്കെ ആയിരിക്കും. അതായത് 78.60 താഴെയൊക്കെ ആയിരിക്കും ഒരു ഐഡിയൽ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത്. ഇനി ഫൈനൽ തിങ് എന്ന് പറയുന്നത് ഈ ഒരു സ്റ്റോക്കിൽ ട്രേഡ് എടുക്കണം എന്നല്ല ഞാൻ പറഞ്ഞത്. ഞാനതൊന്ന് അപ്ലൈ ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റോക്കിൽ ട്രൈ ചെയ്തത് മാത്രം. നമുക്കിത് ചെയ്യാൻ പറ്റുന്നത് ഇത്തരത്തിലുള്ള ട്രേഡിംഗ് സെറ്റപ്പിൽ ഹൈ പ്രോബബിലിറ്റി ഉണ്ടാവും എന്നുള്ളത് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു തിങ് ആണ്. കാരണം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ലോകത്തിൽ ട്രേഡിങ്ങിനെ പറ്റി ബേസിക് നോളജ് ഉള്ള വ്യക്തികൾക്കെല്ലാം അറിയാവുന്ന ബേസിക് ആയിട്ടുള്ള പ്രൈസ് ആക്ഷൻ മാത്രം കമ്പൈൻ ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ പറഞ്ഞ സെറ്റപ്പ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം സിനറിയിൽ നല്ലൊരു മൊമെന്റം ബ്രേക്ക്ഔട്ടോ അല്ലെങ്കിൽ മൂവ്മെന്റോ ഒക്കെ കിട്ടാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഇതിന്റെ ബേസിക് കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്കിവിടെ ചെയ്യാൻ പറ്റുന്നത് എല്ലാ ദിവസവും രാവിലെ 8 മണിക്കുള്ള ലൈവിൽ കൃത്യമായിട്ട് എത്തിയ ശേഷം ഇത്തരത്തിൽ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്ന ഈ ഒരു സെറ്റപ്പിൽ വന്ന് നിൽക്കുന്ന സ്റ്റോക്കുകൾ 1 hour ടൈം ഫ്രെയിമിലെങ്കിലും മിനിമം ഉണ്ടായിരിക്കണം. അപ്പോൾ അത്തരത്തിലുള്ള സ്റ്റോക്കുകൾ നിങ്ങൾ റെക്കമെൻഡ് ചെയ്യുക, നിങ്ങൾ ലൈവ് ചാറ്റിൽ ഇടുക. ഞാനത് പബ്ലിക്കായിട്ട് നമുക്ക് ഒരുമിച്ചിരുന്നത് അനലൈസ് ചെയ്യാം. അങ്ങനെ ഇതുപോലെയല്ല, ഇപ്പം ഒരുപാട് വ്യത്യാസങ്ങൾ ഈ ഒരു സ്റ്റോക്കിൽ നമ്മൾ നോക്കിയപ്പോൾ ഉണ്ടായിരുന്നു അല്ലെ? ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു. എത്രത്തോളം പെർഫെക്റ്റ് ആവുന്നു ആ പാറ്റേൺ, അത്രത്തോളം വർക്കൗട്ട് ചെയ്യാനുള്ള പോസിബിലിറ്റി കൂടുതലാണ്. ശരിയല്ലേ? അപ്പോൾ അത്തരത്തിലുള്ള ഒരു പാറ്റേൺ നിങ്ങൾക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും തന്നെ ആ ഒരു ലൈവ് അറ്റൻഡ് ചെയ്യുന്ന എല്ലാവർക്കും തന്നെ ആ ഒരു സ്റ്റോക്ക് ട്രേഡ് എടുക്കാവുന്നതാണ്. അങ്ങനെ നമുക്ക് നല്ല പ്രോബിലിറ്റി ഉള്ള ട്രേഡ്സ് വളരെ കുറഞ്ഞ റിസ്കിൽ ചെയ്ത് 50-50 പ്രോബിലിറ്റി ഉണ്ടായാൽ പോലും നമുക്ക് ഇത്തരത്തിലുള്ള ട്രേഡുകളിൽ മന്ത് എൻഡിൽ പ്രോഫിറ്റിലാകാൻ പറ്റും എന്നുള്ളത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, ജെന്യൂൻ ആയിട്ടുള്ള അഭിപ്രായങ്ങൾ എല്ലാം തന്നെ കമന്റ് ചെയ്ത് അറിയിക്കുക. കാരണം അതിലൂടെ മാത്രമേ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഈ ഒരു വീഡിയോയ്ക്ക് മുമ്പുള്ള ആ ഒരു കണ്ടിന്യൂസ് വീഡിയോസ് എല്ലാം ഒരു സീരീസ് ആയിട്ട് നമ്മൾ പ്ലേലിസ്റ്റിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഓപ്ഷൻസിന്റെയും ഒരു വീഡിയോ സീരീസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. അതുവരെ ബൈ.